നമ്മൾ പൊതുവായി ഒറ്റൊരു ഉസൂൽ മനസ്സിലാക്കിയാൽ മതി, ഒറ്റൊരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളിവിടെ ഉള്ളത് അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണ്. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമകളാണ് നമ്മൾക്ക്. അള്ളാഹു ഇഷ്ടപ്പെട്ട് അയച്ചവരാണ് നമ്മൾ, മനുഷ്യവർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. നമുക്കിവിടെ ദുനിയാവിൽ ഒരാളെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ആരും എന്തും നമ്മളെക്കുറിച്ച് തിരിച്ചോട്ടെ, പറഞ്ഞോട്ടെ. നമുക്കാകെ ബോധിപ്പിക്കാനുള്ളത് നമ്മുടെ റബ്ബിന് മാത്രമാണ്, അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹുവിനെ മാത്രമേ നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ളൂ എന്നാണ് ഒരു യഥാർത്ഥ അടിമ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ ഈ ലൗകികമായ ഹറാമിലേക്കൊന്നും ആര് ക്ഷണിച്ചാലും ആര് പ്രകോപിച്ചാലും അവൻ അതിലേക്ക് പോവുകയില്ല. കാരണം അവൻ്റെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അതൊന്നും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ചിന്തയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ആളാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഹറാം ചെയ്യാൻ ലൈസൻസ് ഇല്ല. അത് ശൈത്താന ചിന്തയാണ്. ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദിക്ർ ചെല്ലുന്നുണ്ട്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ തിന്മയിലേക്ക് പോയാൽ എനിക്ക് പ്രശ്നമില്ല, ഞാനിങ്ങനെ അത്തരം ഹറാമ സദസ്സിൽ പോകുന്നതുകൊണ്ട് ഞാൻ അതിൽ തെറ്റ് എനിക്ക് സംഭവിക്കില്ല എന്ന് പറയുന്നത്, ചിന്തിക്കുന്നത് ശൈത്താനിയത്താണ്. സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മഹാന്മാർ പോലും, സഹാബികൾ പോലും മരണം വരെ അള്ളാഹുവിനോട് കരഞ്ഞിട്ടേ ഉള്ളൂ. അവര് മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ അവരെ എഴുന്നേറ്റ് കരയുമായിരുന്നു. അലി റളിയല്ലാഹുവിൻ്റെ രാത്രിയത്തെ കരച്ചിലിൽ അവരുടെ ഹൃദയം അടിക്കുന്നത് പുറത്തുള്ള ആളുകൾ, വീടിന് പുറത്തുള്ള ആളുകൾ കേൾക്കുമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരഞ്ഞ് കരഞ്ഞ് മുഖത്ത് കണ്ണീരൊലിച്ച പാടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ അവരെന്ത് തിന്മ ചെയ്താലും അതിനൊരു മാറ്റം സംഭവിക്കില്ല. എന്നിട്ടും അവർ നരകത്തിൽ പോകുന്നവരുടെ അവസ്ഥയിലാണ് അവർ ജീവിച്ചത്. എന്നാൽ നമുക്കൊരു ഉറപ്പുമില്ല എവിടെ പോകുമെന്ന്. പക്ഷേ നമ്മൾ സ്വർഗത്തിലെ ആളുകളെ പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് അവർ അടുത്തിരുന്ന 1% പോലും നമ്മൾ അള്ളാഹുവിനേക്ക് അടുത്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഖേദിക്കണം, പേടിക്കണം, ആഗ്രഹിക്കണം അള്ളാഹുവിലേക്ക് അടുക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.